രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇങ്ങനെ ഇന്ന് അപ്പത്തിനുള്ള മാവാണേ. അപ്പോൾ അപ്പം പൊങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരാശ്വാസമാണ്. അപ്പോൾ എന്തെങ്കിലും തലേന്ന് തന്നെ അരച്ച് വെച്ച് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നിതാ പെട്ടെന്ന് തന്നെ അപ്പത്തിൽ ഉപ്പ് ഇട്ടിട്ട് അപ്പം ചുട്ടെടുത്തു. കള്ളപ്പം എന്നൊക്കെ പറയും. ഇത് നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കാതെ ചുടുന്ന അപ്പമാണേ. പക്ഷെ നല്ല സോഫ്റ്റായി. അതിനായിട്ട് കോമ്പിനേഷൻ വരുന്നത് മുട്ട റോസ്റ്റാണ്. മുട്ട പുഴുങ്ങിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ടുള്ള മുട്ട റോസ്റ്റ്. അപ്പോൾ ഇവർ എഴുന്നേൽക്കുന്നത് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചൂടാകുമ്പോൾ കുറച്ച് നന്നായിട്ട് കഴിക്കും. അല്ലെങ്കിൽ ഈ തണുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് വലിയൊരു ഇഷ്ടമല്ലേ. ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് ചുട്ട് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പഞ്ചാബി ഹൗസിലെ ഡയലോഗ് പോലെയാണ് കേട്ടോ സംഭവം. എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് തീരുമ്പോഴടുത്ത ജോലി ഉണ്ടോ എന്ന് പറയുന്ന പോലെയാണ്. ഇതിങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അടുപ്പിൽ നല്ല മീൻ കറിയും പിന്നെ കുറച്ച് ഉണക്ക മീൻ ഞാനങ്ങ് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അച്ചാറിടാം. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് റെസിപ്പിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നല്ല അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ വേണ്ടുന്നവർക്ക് അങ്ങ് റെസിപ്പി ഇടാം. അങ്ങനെ അടിപൊളി അച്ചാറും ഉണ്ടാക്കി വെച്ചു. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചോറിന് കുറച്ച് സാലഡും അതുപോലെ അച്ചാർ കണ്ടോ ഗംഭീരമായിട്ട് കിട്ടിയ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാർ. നോക്കാം കേട്ടോ അടുത്തൊരു തവണ റെസിപ്പി ഇടാൻ പറ്റുമോ. പിന്നെ കുറച്ച് കൊടോരും കൂടെ അങ്ങ് വറുത്തു. അപ്പോൾ ചോറിന് നല്ല അടിപൊളിയായി. സൺഡേ എന്ന് പറയുന്നത് ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗംഭീര ശാപ്പാട് തന്നെ ആയേ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ മീൻകറി കഴിക്കില്ല, പക്ഷെ ഇതിൻ്റെ കഷ്ണം വേണ്ട, ചാറ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നത്തെ കാലാവസ്ഥ നോക്കൂ എന്താ അല്ലേ, ഇന്നിങ്ങനെ ഒരു സൺഡേ അങ്ങ് കഴിഞ്ഞു.